Good morning. നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ് തുടങ്ങുന്നത് കേട്ടോ. അതിൻ്റെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ടീച്ചർ ഡിസ്കസ് ചെയ്യാം. മെർക്കുറി ഡ്രോപ്സ് ആർ സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. വിച്ച് പ്രോപ്പർട്ടി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സ്ഫെറിക്കൽ ഷേപ്പ് ഓഫ് ഡ്രോപ്സ്? എക്സ്പ്ലെയിൻ ദ പ്രോപ്പർട്ടി. നമ്മുടെ എല്ലാ ലിക്വിഡ് ഡ്രോപ്സും സ്ഫെറിക്കലായിട്ടിരിക്കാനുള്ള ഷേപ്പ്, വാട്ടർ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, സ്ഫെറിക്കൽ ഷേപ്പ് അറ്റൈൻ ചെയ്യാനുള്ള കാരണം ഡ്യൂ ടു സർഫസ് ടെൻഷൻ. ആ സർഫസ് ടെൻഷൻ എന്നുള്ള വേർഡ് കേട്ടാൽ തന്നെ ഒരു മാർക്ക് കിട്ടും. ഇനി എന്താണ് സർഫസ് ടെൻഷൻ? ഒരു ലിക്വിഡ് സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ പറയുന്നത് സർഫസ് ടെൻഷൻ. ഇറ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഓഫ് എ ലിക്വിഡ്. അതാണ് നമ്മുടെ സർഫസ് ടെൻഷൻ കേട്ടോ. ഹൗ ഈസ് ദിസ് പ്രോപ്പർട്ടി ഡിപ്പെൻഡൻ്റ് ഓൺ ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ കൂടുമ്പോൾ സർഫസ് ടെൻഷൻ കുറയും. ദെൻ അടുത്തത്, ദ ടോട്ടൽ പ്രഷർ ഓഫ് എ മിക്സ്ചർ ഓഫ് the total pressure of a mixture of O2 and CO2 in a container is given by the formula P total is equal to. ഒരു കണ്ടെയ്നറിൽ O2 ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട് കേട്ടോ. ആ കണ്ടെയ്നറിലെ ടോട്ടൽ പ്രഷർ P total is equal to PO2 plus PCO2. വിച്ച് ലോ ഈസ് യൂസ്ഡ് ഹിയർ? ഇത് ഡാൾട്ടൻസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറാണ്. ഒരു കണ്ടെയ്നറിൽ ഒരു മിക്സ്ചർ ഓഫ് നോൺ റിയാക്ടിങ് ഗ്യാസസ്, രണ്ടോ അതിലധികമോ നോൺ റിയാക്ടിങ് ഗ്യാസസ്. ഡാൾട്ടൻസ് ലോ എടുത്ത് പറയേണ്ട കാര്യം, ഡാൾട്ടൻസ് ലോ അപ്ലൈ ചെയ്യുന്നത് നോൺ റിയാക്ടിങ് ഗ്യാസസിനായിരിക്കണം. നമ്മൾ ആ കണ്ടെയ്നറിൽ 2-3 ഗ്യാസസിനെ ഒരുമിച്ച് എടുക്കുമല്ലോ, അത് തമ്മിൽ റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റ് ഉണ്ടാവാൻ പാടില്ല. അപ്പം പരസ്പരം നോൺ റിയാക്ട് ചെയ്യാത്ത ഗ്യാസസ് ഒന്നിച്ചൊരു കണ്ടെയ്നറിൽ ഇരുന്നാൽ ആ കണ്ടെയ്നറിലെ ആ ഗേഷ്യസ് മിക്സ്ചറിൻ്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് അവരവരുടെ ഇൻഡിവിജ്വൽ പ്രഷറിൽ, ആ കണ്ടെയ്നറിലുള്ള ഓരോ ഗ്യാസിൻ്റെയും ഇൻഡിവിജ്വൽ പ്രഷർ, അതിനെയാണ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്, അതിൻ്റെ സമ്മായിരിക്കും. ഇതാണ് ഡാൾട്ടൻസ് ലോ പറയുന്നത് കേട്ടോ. സ്റ്റേറ്റ് ദ ലോ. ദ ടോട്ടൽ പ്രഷർ എക്സേർട്ടഡ് ബൈ എ മിക്സ്ചർ ഓഫ് 2 or more non-reacting gases is equal to the sum of their partial pressures. Can the total pressure of a mixture of NH3 and HCl taken in a container be determined using this formula? ഈ പറഞ്ഞ ഫോർമുല വെച്ചിട്ട് നമ്മളുടെ O2 CO2 പകരം NH3 അമോണിയും HCl ആണ് കണ്ടെയ്നറിൽ എടുത്തെങ്കിൽ P ടോട്ടൽ എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് NH3 പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് HCl ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് അവരുടെ ചോദ്യം. ഇല്ല, പറ്റില്ല കേട്ടോ, ഇങ്ങനെ എഴുതാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ NH3 ആൻഡ് HCl ആർ റിയാക്ടിങ് ഗ്യാസസ്. കണ്ടാൽ മതി, അമോണിയും HClഉം ഇങ്ങനെ എന്താ പറയുക, കുറച്ച് ദൂരത്തുനിന്ന് കണ്ടാൽ മതി, അപ്പോഴേക്കും അവർ കോമ്പൗണ്ട് ഫോം ചെയ്യും. NH3 HClഉം കമ്പൈൻ ചെയ്തിട്ട് അമോണിയം ക്ലോറൈഡിൻ്റെ ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ഉണ്ടാവും. നമ്മൾ ലാബിൽ ചെയ്യും അത്. അതുകൊണ്ട് തന്നെ ഒരു കണ്ടെയ്നറിൽ അമോണിയം ഹൈഡ്രജൻ ക്ലോറൈഡ് വന്നു കഴിഞ്ഞാൽ ഡാൾട്ടൻസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ, പറ്റില്ല. Then write the general equation which relates the different variables of a gas and use it to describe the state of any ideal gas used. നമ്മുടെ ഗ്യാസസിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസിനെ കണക്ട് ചെയ്യുന്ന ഫോർമുല ഐഡിയൽ ഗ്യാസ് ഇക്വേഷനാണ് പറയുന്നത്. നമ്മുടെ PV is equal to nRT, where P is the pressure, V is the volume, N is the number of moles of gas, R universal gas constant, and T is absolute temperature, means temperature in Kelvin's K. Name the equation and explain the terms. ഈ ഇക്വേഷൻ്റെ പേരെന്താണ്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അതിൻ്റെ ടേംസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അടുത്തത്, ഡെൻസിറ്റി ഓഫ് എ ഗ്യാസ് എത്രയാണ് തന്നിട്ടുണ്ട്? 2.92 grams per liter at 27 degrees Celsius and 2 atmosphere pressure. Calculate the molar mass of the gas. നമുക്ക് PV equal to nRT എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. നമ്മളുടെ ഗ്യാസസിൻ്റെ ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ കണക്ട് ചെയ്ത് കമ്പൈൻ ചെയ്തിട്ടുള്ള ലോയാണ് ഐഡിയൽ ഗ്യാസ്. അങ്ങനെയാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ നമ്മൾ P is equal to N/V/RT. വിന് പ്രത്യേകം കൊണ്ടുവരും കേട്ടോ. N എന്ന് പറയുന്നത് നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ്, മാസ് ബൈ മോളാർ മാസ് RT. പക്ഷെ നമുക്കറിയാം മാസ് ബൈ വോളിയം ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി. സോ P is equal to dRT/m. ഇതാണ് ഡെൻസിറ്റി തന്നാൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ തന്നെ വേറൊരു രൂപം എന്ന് വേണമെങ്കിൽ പറയാം. P is equal to dRT/m. അപ്പോൾ D എന്ന് പറയുന്നത് ഡെൻസിറ്റി. അപ്പോൾ ഒരു ഗ്യാസിൻ്റെ ഡെൻസിറ്റി തന്നാൽ PV = nRT എന്നുള്ള ഫോമിന് പകരം P is equal to dRT/m. M എന്ന് പറയുന്നത് ആ ഗ്യാസിൻ്റെ മോളാർ മാസ്. ഇവിടെ നമുക്ക് ആ ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. കാരണം ഒരു ഡെൻസിറ്റി തന്നിട്ടുണ്ട് 2.92 grams per liter. Then
ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 27°C ആണ്. നമ്മൾ അതിനെ കെൽവിൻ സ്കെയിലോട്ട് മാറ്റണം. +273 ചെയ്തിട്ട് 300 കെൽവിൻ. പ്രഷർ തന്നിട്ടുണ്ട് 2 atmosphere. അതുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ ലിറ്റർ അറ്റ്മോസ്ഫിയറിലുള്ള വാല്യൂ എടുക്കണം. ആറിന്റെ 0.0821 മിക്കവാറും ഒരു തരുമായിരിക്കും. തന്നില്ലെങ്കിൽ നമ്മൾ എഴുതണം കേട്ടോ. ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ കെൽവിനുള്ള ആ വാല്യൂ പെർ മോൾ. അപ്പോൾ ഇതിന് എം ആണ് കണ്ടുപിടിക്കുന്നത്. എം ഇസ് ഈക്വൽ ടു DRT/P. ഡി തന്നിട്ടുണ്ട്, ആർ അറിയാം, ടി തന്നിട്ടുണ്ട്, പി തന്നിട്ടുണ്ട്. അപ്പോൾ DRT/P വെച്ചിട്ട് നമ്മൾ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. ഈ ഇക്വേഷനും പഠിക്കണം, ഫോർമുലയും പഠിക്കണം. അപ്പോൾ PV = nRT എന്ന് പറയുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷനും പഠിക്കണം. ഡെൻസിറ്റി തന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ട ഫോർമുല P = PV മാറിയിട്ടാ. P = DRT/M. then അടുത്തത് the theory that attempts to explain the behavior of gases is known as kinetic molecular theory. ഗ്യാസസിൻ്റെ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് കൈനറ്റിക് മോളിക്കുലർ തിയറി. അതിൽ ഒരു 3-4 പോസ്റ്റ്ലേറ്റ്സ് ഉണ്ട്. On the basis of this theory, explain the compressible nature of gases and the temperature dependence of kinetic energy. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ, കൈനറ്റിക് മോളിക്കുലർ തിയറിയിൽ കുറേ പോസ്റ്റ്ലേറ്റ്സിൽ ഒരെണ്ണമാണ് നമ്മുടെ ഗ്യാസസിൻ്റെ കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആബ്സൊല്യൂട്ട് ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗേഷ്യസ് മോളിക്യൂൾസിൻ്റെ സ്പീഡ് വർദ്ധിക്കും, കൈനറ്റിക് എനർജി വർദ്ധിക്കും. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ കുറച്ചാൽ ഗേഷ്യസ് മോളിക്യൂൾസിൻ്റെ സ്പീഡ് കുറയും. സ്പീഡ് കുറഞ്ഞാൽ അവരടുത്തടുത്ത് വരും, കം ക്ലോസർ. അങ്ങനെ വരുമ്പോൾ അവരുടെ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ കൂടും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടിയാൽ ഇറ്റ് ഈസ് ഈസി ടു കംപ്രസ് ദം ഇൻ ടു ആൻഡ് ലിക്വിഫൈ ദം. അവരെ കംപ്രസ് ചെയ്ത് ലിക്വിഫൈ ചെയ്യാൻ എളുപ്പമാണ്. അടുത്ത ലിക്വിഡ് ഡ്രോപ്സ് അസ്യൂം സ്ഫെറിക്കൽ ഷേപ്പ്. നേരത്തെ പറഞ്ഞതിന് മെർക്കുറി ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് തന്നെ കേസ്. എല്ലാ ലിക്വിഡ് ഡ്രോപ്സും സ്ഫെറിക്കൽ ഷേപ്പ് അറ്റൈൻ ചെയ്യാനുള്ള കാരണം ഡ്യൂ ടു സർഫസ് ടെൻഷൻ. പിന്നെ അതിലൊരു സെൻറ്റൻസ് കൂടി പറയണത് സോ എവറി ലിക്വിഡ് ഹാസ് എ ടെൻഡൻസി ടു റെഡ്യൂസ് ദെയർ സർഫസ് ഏരിയ ഫോർ എ ഗിവൺ വോളിയം. സ്ഫിയർ ഹാസ് ദ മിനിമം സർഫസ് ഏരിയ. ഒരു ഗിവൺ വോളിയത്തിൽ സ്ഫെറിക്കൽ ഷേപ്പിന്, സ്ഫിയറിനാണ് ഏറ്റവും മിനിമം സർഫസ് ഏരിയ ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്ഫെറിക്കൽ ഷേപ്പ്. അപ്പോൾ സർഫസ് ഏരിയ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്ട്രെയിൻ കുറയും അവർക്ക്. ഹൗ ഡസ് ടെമ്പറേച്ചർ ഇൻഫ്ലുവൻസസ് വിസ്കോസിറ്റി ഓഫ് എ ലിക്വിഡ്? ഒരു ലിക്വിഡ് ഫ്രീ ആയിട്ട് ഒഴുകണതിനുള്ള തടസ്സമാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം ലിക്വിഡിൽ വിവിധ ലെയറുകളുണ്ട്. ആ ലെയറുകൾക്കിടയ്ക്കുള്ള ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസ് വന്നാൽ അവരുടെ ഫ്ലോ കുറയും. അപ്പോൾ താഴെ കിടക്കണ താഴത്തെ ലെയർ ലിക്വിഡ് മുകളിലത്തെ ലെയർ ഒഴുകാതിരിക്കാൻ ഒരു തടസ്സം സൃഷ്ടിക്കുക. അതാണ് വിസ്കോസിറ്റി. ആ റെസിസ്റ്റൻസ് ടെമ്പറേച്ചറിനനുസരിച്ച് കുറയും. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ സ്പീഡ് കൂടും, വെലോസിറ്റി കൂടും, വിസ്കോസിറ്റി കുറയും കേട്ടോ. സർഫസ് ടെൻഷൻ കുറയും, വിസ്കോസിറ്റി കുറയും, വെലോസിറ്റി കൂടും. ദെൻ അടുത്തത് അടുത്ത ചാപ്റ്റർ എത്തിയാണ്, അടുത്ത ഇയർ എത്തി. റൈറ്റ് ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആൻഡ് മെൻഷൻ ദ ടേംസ്. നേരത്തെ പറഞ്ഞില്ലേ PV = nRT. ഓരോന്ന് എന്താണെന്ന് നമുക്കറിയാം. വൈ ഡു റിയൽ ഗ്യാസസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ബിഹേവിയർ? എന്താണ് ഐഡിയൽ ഗ്യാസ്, എന്താണ് റിയൽ ഗ്യാസ് എന്ന് ഇതിനൊപ്പം പറയാം. PV = nRT എന്ന് പറയുന്ന ഈ ഇക്വേഷൻ എല്ലാ കണ്ടീഷനിലും ഒബേ ചെയ്യുന്ന ഗ്യാസസിനെയാണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. പക്ഷേ നോർമൽ കണ്ടീഷനിൽ ഇൻ ആക്ച്വൽ പ്രാക്ടീസ് ഒരു ഗ്യാസസും ഈ ലോ അധികം ഒബേ ചെയ്യുന്നില്ല. ഒബേ ചെയ്യുന്നത് എപ്പോഴാണ് അറിയോ? ഒരുപാട് ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും മാത്രമേ അവരത് ഒബേ ചെയ്യുന്നുള്ളൂ. നോർമൽ പ്രഷറിലോട്ട് വരുമ്പോൾ നമുക്കറിയാം പ്രഷർ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വോളിയം കുറയും. വോളിയം കുറയുമ്പോൾ ഈ പറഞ്ഞ കൈനറ്റിക് തിയറിയിലുള്ള 2 പോസ്റ്റ്ലേറ്റ്സ് തെറ്റായിട്ട് വരും. ഏതൊക്കെ 2 പോസ്റ്റ്ലേറ്റ്സ് ആണെന്ന് പറയാം. ഒന്ന്, കൈനറ്റിക് തിയറിയിൽ പറഞ്ഞത് ദ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾസ് ഈസ് നെഗ്ലിജിബിൾ. സോ അതിനെ കണക്കാക്കണില്ല അവർ. അതായത് ഗേഷ്യസ് മോളിക്യൂൾ നമുക്കറിയാം അവർ ഫ്രീ ടു മൂവ് ആണ് എനിവെയർ. അപ്പോൾ ഭയങ്കര ഫ്രീ ആയിട്ട് മൂവ് ചെയ്യണ കാരണം മോളിക്യൂൾസ് തമ്മിൽ ഭയങ്കര അകലായിരിക്കും. സോ അവർക്കിടയ്ക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവില്ല എന്നാണ് ഇവർ പറയണത്. പക്ഷേ ദിസ് ഈസ് ട്രൂ ഓൺലി അറ്റ് ലോ പ്രഷർ. വളരെ ലോ പ്രഷറിൽ മാത്രമേ ഇത് കറക്റ്റ് ആവുന്നുള്ളൂ. ഓർഡിനറി പ്രഷറിലേക്ക് വരുമ്പോൾ പ്രഷർ കൂടുമ്പോൾ നമുക്കറിയാം ഓട്ടോമാറ്റിക്കായിട്ട് വോളിയം കുറയും. വോളിയം കുറയുമ്പോൾ മോളിക്യൂൾസ് കം ക്ലോസർ. അപ്പോൾ അവർക്കിടയ്ക്ക് എന്ത് വരും? ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരും. നമ്മളത് കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കൺസിഡർ ചെയ്യാത്തതുകൊണ്ടാണ് റിയൽ ഗ്യാസസ് ഈ ഇക്വേഷൻ ഒബേ ചെയ്യാത്തത്. പ്രഷറിൽ വ്യത്യാസം വരും. ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കണക്കിലെടുത്താൽ ഈ P വ്യത്യാസം വരും. P കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ വേറൊരു അസംഷൻ അവരുടെ തെറ്റായത്, അവർ പറയണത് നമ്മൾ പറഞ്ഞു ഗേഷ്യസ് മോളിക്യൂൾ ഭയങ്കര അകലാണ് മോളിക്യൂളിനിടയ്ക്ക്. അപ്പോൾ അവരുടെ ടോട്ടൽ വോളിയം ഭയങ്കര ഹൈ ആയിരിക്കും.
വലിയൊരു പാത്രത്തിൽ 5-10 എന്താ പറയുക ഒരു മോളായാലും വലിയൊരു പാത്രത്തിൽ എന്ന് പറയുമ്പോൾ ധാരാളം ആ മോളിക്യൂൾസിന് ഭയങ്കര സ്പേസ് ആയിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ടോട്ടൽ വോളിയത്തിൽ കുറേ സ്ഥലം ഒഴിഞ്ഞു കിടക്കണതാണ്. മോളിക്യൂൾസിൻ്റെ വോളിയം വളരെ വളരെ ചെറുതാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത്രയും ഹൈ വോളിയം വരുമ്പോൾ മോളിക്യൂൾസിൻ്റെ വോളിയം നെഗ്ലിജിബിൾ ആണ് എന്നാണ് അവർ പറയുന്നത്. അവർ കണക്കിലെടുത്തിട്ടില്ല അത്. പക്ഷേ ദിസ് ഈസ് ട്രൂ ഓൺലി അറ്റ് വെരി ലോ പ്രഷർ. ഓർഡിനറി പ്രഷറിലോട്ട് വരുമ്പോൾ ടോട്ടൽ വോളിയം കുറയും. ടോട്ടൽ വോളിയം കുറയുമ്പോൾ മോളിക്യൂൾസ് കുറയില്ല. മോളിക്യൂൾസിൻ്റെ വോളിയം അങ്ങനെ തന്നെ നിൽക്കും, പക്ഷേ ടോട്ടൽ വോളിയം കുറയും. അപ്പോൾ ടോട്ടൽ വോളിയം കുറയുമ്പോൾ ഈ മോളിക്യൂൾസിൻ്റെ വോളിയം നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. ഈ രണ്ട് തെറ്റുകളാണ് ഈ റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ ഒബേ ചെയ്യാതെ ഡീവിയേറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം. ദെൻ വാട്ട് ആർ ദ കണ്ടീഷൻസ് അണ്ടർ വിച്ച് റിയൽ ഗ്യാസ് അപ്രോച്ച് ഐഡിയൽ ബിഹേവ്? നമ്മൾ പറഞ്ഞു അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ റിയൽ ഗ്യാസസും ഐഡിയലായിട്ട് ബിഹേവ് ചെയ്യും. അടുത്തത്, ഇൻ ദ സെൽഷ്യസ് സ്കെയിൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് ഈസ് 0 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ അളക്കണ സെൽഷ്യസ് സ്കെയിലിൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് നമ്മൾ 0 ഡിഗ്രി സെൽഷ്യസ് പറയും. അനദർ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ ഈസ് ബേസ്ഡ് ഓൺ ആബ്സല്യൂട്ട് സീറോ. എന്താണ് ആബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്? 0 കെൽവിൻ. കെൽവിൻ സ്കെയിലിന് ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ, പക്ഷേ ആ ടെമ്പറേച്ചർ പ്രാക്ടിക്കലി അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത ടെമ്പറേച്ചറാണ്. തിയററ്റിക്കൽ മാത്രം അറ്റൈൻ ചെയ്യുന്ന ഒരു ടെമ്പറേച്ചറാണ് ഈ 0 കെൽവിൻ എന്ന് പറയുന്നത്. അതിന് ആബ്സല്യൂട്ട് സീറോ എന്ന് വിളിക്കാനുള്ള കാരണം 0 കെൽവിൻ എന്ന് പറയുന്ന ടെമ്പറേച്ചറിന് ആബ്സല്യൂട്ട് സീറോ എന്ന് വിളിക്കാനുള്ള കാരണം 0 കെൽവിൻ എന്ന് പറയുന്ന ടെമ്പറേച്ചറിന് ആബ്സല്യൂട്ട് സീറോ എന്ന് വിളിക്കാനുള്ള കാരണം അറ്റ് ദാറ്റ് ടെമ്പറേച്ചർ നമ്മുടെ ഗേഷ്യസ് മോളിക്യൂൾസ് ഓക്യുപ്പൈ 0 വോളിയം. അതുകൊണ്ടാണ് അതിന് ആബ്സല്യൂട്ട് സീറോ. ആ 0 കെൽവിൻ സ്കെയിലിൽ ലോവസ്റ്റ് ടെമ്പറേച്ചർ ആയിട്ടുള്ള 0 കെൽവിനിൽ ഓൾ ഗ്യാസസ് ഓക്യുപ്പൈസ് എ വോളിയം ഓഫ് 0 വോളിയം. അതിനർത്ഥം ഇത്രയാണ്, ആ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യണതിന് മുന്നേ തന്നെ ഗ്യാസസ് ഒക്കെ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? ലിക്വിഡായിട്ട് മാറിയിട്ടുണ്ടാവും എന്നർത്ഥം. അപ്പോൾ ഐഡൻറ്റിഫൈ ദ സ്കെയിൽ. ഈ ആബ്സല്യൂട്ട് 0 കെൽവിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സ്കെയിലിൻ്റെ പേര് എന്താണ്? കെൽവിൻ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആബ്സല്യൂട്ട് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ. വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ ഗ്യാസ് അറ്റ് ആബ്സല്യൂട്ട് 0? ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു 0 കെൽവിൻ്റെ ഗ്യാസസിൻ്റെ വോളിയം എന്താണ്? 0. ഡ്രോ എ ഗ്രാഫ് ഷോയിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. കോൺസ്റ്റന്റ് പ്രഷറിൽ അത് ചാൾസ് ലോ ആണ്. ബോയ്സ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ നമ്മൾ പഠിച്ചത്. According to Charles' law, volume is directly proportional to temperature at constant pressure. ഇവിടെ ടെമ്പറേച്ചറും ഇവിടെ വോളിയം കേട്ടോ. നമുക്കറിയാം ഇത് 0 ഡിഗ്രി സെൽഷ്യസ് സ്കെയിലാണ് മുകളിൽ കാണിക്കുന്നത്. 0 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ -273 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ പറയുന്നു. ഈ -273.15 വാട്ടാ കറക്റ്റ്, അതാണ് 0 കെൽവിൻ. അപ്പോൾ താഴെ നമുക്ക് കെൽവിൻ സ്കെയിൽ നോട്ട് ചെയ്യാം. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ അത് എത്ര കെൽവിനാവും? 273 കെൽവിൻ. അങ്ങനെ ഇവിടെ നമുക്ക് 273 അതിനനുസരിച്ച് കെൽവിൻ സ്കെയിൽ താ. ടെമ്പറേച്ചർ കൂടുന്നു, വോളിയം കൂടുന്നു കേട്ടോ. ദെൻ ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം കുറയും. അങ്ങനെ നമുക്ക് അതിനെ കുറച്ച് വന്നാൽ വോളിയം 0 ആവണം. ഈ ടെമ്പറേച്ചർ എത്തുമ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് 0 കെൽവിൻ. ഇതാണ് ചാൾസ് ലോയുടെ ഗ്രാഫ്. വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ദെൻ അടുത്തത്, കൺസിഡർ എ ഗ്യാസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. At what temperature will the volume be doubled if the pressure is kept constant? Pressure kept constant എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു V is proportional to T. പ്രോബ്ലം ചെയ്യാനുള്ള ഫോർമുല V1/T1 is equal to V2/T2. ഇവരുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര എടുക്കണം? 273 കെൽവിൻ. അത് T1 ആയിട്ട് എടുത്തോളൂ. അപ്പോൾ അതിൻ്റെ വോളിയം V1. പക്ഷെ അവർ പറയണത് ഏത് ടെമ്പറേച്ചറിലാണ് ഈ V1 എന്ന് പറയുന്ന വോളിയം 2V1 ആവുന്നത്. അപ്പോൾ V2 നമ്മൾ എന്തായിട്ട് എടുക്കണം? 2V1. ഇത് T1. T2 നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ V1/273 is equal to 2V1 divided by T2. നമുക്ക് T2 അങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ. സോ T2 is equal to 2V1/V1 into 273. അപ്പോൾ നേരത്തെ ടെമ്പറേച്ചറിൻ്റെ ഇരട്ടി 546 കെൽവിൻ. അപ്പോൾ 546 കെൽവിനിലാവുമ്പോൾ ആ ഗ്യാസ് 273 കെൽവിനിലിരിക്കുമ്പോൾ എത്ര വോളിയമായിരുന്നു? അതിൻ്റെ ഇരട്ടി വോളിയം വേണമെങ്കിൽ ടെമ്പറേച്ചർ എത്രയാവണം? 546 കെൽവിൻ ആവണം. ദെൻ
അടുത്തത് കൺസിഡർ ദ ഫോളോയിങ് ഐസോതേംസ്. ഒരു ഗ്രാഫിന് ഐസോതേം എന്ന് പറയണമെങ്കിൽ അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകുമ്പോൾ ആ ലോയിനെ വിളിക്കുന്ന പേരാണ് ബോയിൽസ് ലോ. പ്രഷർ കോൺസ്റ്റന്റ് ആയുള്ള ലോയാണ് ചാൾസ് ലോ. ഇനി ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പൊ ഇവിടെ പ്രഷർ അല്ലേ കോൺസ്റ്റന്റ്, അപ്പൊ ഈ ഗ്രാഫിന് ഐസോബാർ, ഇപ്പൊ തന്നെ ടീച്ചർ വരച്ച ഗ്രാഫിന് ഐസോബാർ എന്ന് പറയാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബോയിൽസ് ലോയുടെ ഗ്രാഫ് ആട്ടാ. ബോയിൽസ് ലോ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അവിടെ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അവർ കുറച്ച് ഗ്രാഫുകൾ തന്നിട്ടുണ്ട് കേട്ടാ. പിയും 1/Vയും സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫ്. പിയും വിയും decreasing curve. P is inversely proportional to volume. Then Vയും 1/Pയും ഇവിടെയാണ് decreasing. Sorry, V is proportional to 1/P ആട്ടോ. V is proportional to P ആണെങ്കിലാണ് decreasing the straight line. Question ഇതാണ്, which gas law is illustrated by these diagrams? ഈ ഡയഗ്രാംസിൽ ഏത് ഗ്യാസ് ലോനെ പറ്റിയാണ് പറയുന്നത്? ഐസോതേം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് പറയുന്ന ലോയാണ് ബോയിൽസ് ലോ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. മീൻസ് പ്രഷർ വർദ്ധിപ്പിച്ചാൽ വോളിയം കുറയും. അതാണ് ബോയിൽസ് ലോ. ബോയിൽസ് ലോയുടെ ഡിഫറെൻറ്റ് ഫോമാണിത്. വോളിയം 1/V, വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും. ഓക്കെ, 1/V കൂടുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ ആയി പ്രഷർ കൂടും. അതേപോലെ തന്നെ V against 1/P. അപ്പോൾ ഇവിടെ ബോയിൽസ് ലോ കേട്ടോ. ദെൻ ഡ്രോ ദ ഡയഗ്രാം വെൻ PV പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് V. ഈ കേസിൽ നമുക്കറിയാം PV is a constant. അപ്പോൾ പ്രോബ്ലം ചെയ്യാൻ നമ്മൾ ഇങ്ങനെ ഫോർമുല എടുക്കാറ്. P1 V1 is equal to P2 V2. ഈ PV Pയും വെച്ചിട്ടുള്ള ഗ്രാഫ്. PV is a constant. PVയും Pയും വെച്ചിട്ടുള്ള ഗ്രാഫ്. എത്ര പ്രഷർ വർദ്ധിച്ചാലും PVയുടെ വാല്യൂ റിമെയിൻസ് കോൺസ്റ്റന്റ്. അതാണ് ബോയിൽസ് ലോ കേട്ടോ. ദെൻ അത് വെച്ചിട്ട് ഒരു പ്രോബ്ലം. എയർ ഫിൽഡ് ബലൂൺ ഹാസ് എ വോളിയം ഓഫ് 125 ലിറ്റർ അറ്റ് എ പ്രഷർ ഓഫ് 760 millimeters ഓഫ് മെർക്കുറി. അപ്പോൾ വോളിയം തന്നിട്ടുണ്ട് V1 125 ലിറ്റർ. ആ സമയത്ത് പ്രഷർ പറഞ്ഞിട്ടുണ്ട് 760 millimeters ഓഫ് മെർക്കുറി. അറ്റ്മോസ്ഫിയറിന് പറയണതിന് പകരം 7 millimeters ഓഫ് മെർക്കുറി പറയാം കേട്ടോ. ആൻഡ് എ ടെമ്പറേച്ചർ ഓഫ് 25 degrees Celsius. 25 എന്ന് പറയുമ്പോൾ നമ്മൾ കെൽവിൻ സ്കെയിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാം. 273 + 25 298 കെൽവിൻ. അപ്പോൾ V1 P1 T1 ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. വാട്ട് വിൽ ബി ഇറ്റ്സ് വോളിയം? അപ്പോൾ V2 എന്താണ് നമുക്കറിയില്ല. When the pressure is 670, P2 തന്നിട്ടുണ്ട് 670 millimeters. And temperature തന്നിട്ട് 18 degree. 18 degree എന്ന് പറയുമ്പോൾ 273 + 18 281 291 Kelvin. 18 degree. അപ്പോൾ 273യുടെ കൂടെ 18 കൂട്ടുന്നു. ഇതാണ് V1 P1 T1. ഇതാണ് V2 P2 T2. മൂന്ന് ഇങ്ങനെ 6 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോർമുല ഇതാണ്. P1 V1/T1 is equal to P2 V2/T2. From this V2 is equal to P1 V1/T1 into T2/P2. P1 ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് 760 into 125 into 291 divided by 298 into P2 എത്രയാ 670 ചെയ്യുന്നത് നമുക്ക് കിട്ടും കേട്ടോ. അതൊക്കെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്താൽ മതി. ദെൻ അടുത്തത് ഗ്യാസ് ലോസ് ആർ റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ദ മെഷറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസസ്. നെയിം ദ ഗ്യാസ് ലോ വിച്ച് ഗിവ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ്. ചാൾസ് ലോയുടെ വേറൊരു രൂപം ഗേ-ലുസാക്സ് ലോ എന്നാണ് പറയുക. ചാൾസ് ലോയിൽ പ്രഷർ കോൺസ്റ്റന്റ്, അപ്പോൾ V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T. ഗേ-ലുസാക്സ് ലോയിൽ വോളിയം കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ P ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T. ഇതിൻ്റെ വേറൊരു രൂപം ചാൾസ് ലോയുടെ P ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഗ്രാഫ് ടു ഇല്ലസ്ട്രേറ്റ് ദ അബവ് ഗ്യാസ് ലോ. നമ്മൾ ചാൾസ് ലോക്ക് വരച്ച പോലെ തന്നെ സെയിം ഗ്രാഫ്. Then a definite quantity of an ideal gas is confined in a container of constant volume. Volume constant എന്ന് പറയുമ്പോൾ ഗേ-ലുസാക്സ് ലോ, പ്രഷർ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ചാൾസ് ലോ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ബോയിൽസ് ലോ കേട്ടോ.
അപ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് വോളിയം. സോ ഗേ-ലുസാക്സ് ലോ, P is proportional to T. ഗേ-ലുസാക്സ് ലോ എന്ന് പറയുമ്പോൾ P is proportional to T. ഗേ-ലുസാക്സ് ലോ നമ്മുടെ നോട്ടിലുണ്ട് കേട്ടോ, അതൊക്കെ. P is proportional to T. അതാണ് ഗേ-ലുസാക്സ് ലോ. ഗേ-ലുസാക്സ് ലോ. Or P by T is a constant. P1 by T1 is equal to P2 by T2. എന്നിട്ട് ഇതിൽ എന്തൊക്കെ തന്നേക്കണേ നോക്കാം. When the container is immersed in a bath of melting ice, അപ്പോൾ നമുക്കറിയാം മെൽറ്റിംഗ് ഐസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മൾ എടുക്കണം 270 ഡിഗ്രി സെൽഷ്യസ്. ദാറ്റ് മീൻസ് 273 കെൽവിൻ. അപ്പോൾ ഒരു ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ആ കണ്ടെയ്നറിനെ അവർ ഐസ് ബാത്തിൽ വെച്ചേക്കാണ്. അപ്പോൾ അവിടെ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ. The pressure of the gas is 800 millimeters of P1, 800 millimeters of mercury. Find the temperature. അപ്പോൾ T2 ആണ് കേട്ടോ. When the gas pressure is 400, അപ്പോൾ P2 400. ഇതന്നെ ഫോർമുലയിൽ കൊടുക്കാം. P1 by T1, 800 divided by 273 is equal to P2 by T2, 400 divided by T2. From this നമുക്ക് T2 കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് T2 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്തത്, ദ കോമ്പിനേഷൻ ഓഫ് ബോയിൽസ് ലോ, ചാൾസ് ലോ ആൻഡ് അവഗാഡ്രോസ് ലോ ഈസ് നോൺ ആസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഈ ബോയിൽസ് ലോയും ചാൾസ് ലോയും അവഗാഡ്രോസ് ലോയും കണക്ട് ചെയ്താൽ കിട്ടുന്ന ഇക്വേഷനാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ബട്ട് ദ റിയൽ ഗ്യാസസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ബിഹേവിയർ. ടീച്ചർ നേരത്തെ പറഞ്ഞു. റൈറ്റ് മോഡിഫൈഡ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. മോഡിഫൈഡ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ വേറൊരു പേരാണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ കേട്ടോ. വാൻ ഡെർ വാൾസ് ഇക്വേഷൻ PV = nRT ആണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇതിൻ്റെ മോഡിഫിക്കേഷൻ വരുന്നത് P പ്ലസ് n²A/V². ഇപ്പോൾ പ്രഷറിൻ്റെ ടേം കറക്റ്റ് ചെയ്യും. V മൈനസ് NV, അപ്പോൾ വോളിയത്തിൻ്റെ ടേം ഈക്വൽ ടു nRT. ഇതാണ് മോഡിഫൈഡ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അഥവാ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. മോഡിഫൈഡ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അഥവാ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. Where A and B are known as van der Waals constant. A is a measure of force of attraction among the molecules. മോളിക്യൂളുകൾക്കിടയ്ക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല എന്നായിരുന്നു കൈനറ്റിക് തിയറിയിൽ പറയണത്. പക്ഷേ അതുണ്ട് സാധാരണ പ്രഷറിലോട്ട് വരുമ്പോൾ. വളരെ ലോ പ്രഷറിൽ ഇല്ല, കണക്കാക്കണ്ട. പക്ഷേ ഓർഡിനറി പ്രഷർ അല്ലെങ്കിൽ ഹൈ പ്രഷറിലോട്ട് വരുമ്പോൾ നമ്മൾ വി ഹാവ് ടു കൺസിഡർ ഇറ്റ്. ആ മോളിക്കുലർ അട്രാക്ഷൻ കൺസിഡർ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ടേമാണ് എ. അപ്പോൾ ഇത് പ്രഷറിൻ്റെ കണക്ഷൻ ടേമായി. ഇനി ബി എന്ന് പറയുന്നത് മോളിക്യൂളിൻ്റെ സൈസ്, അത് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടേം. നമ്മൾ പറഞ്ഞു ടോട്ടൽ വോളിയം ഭയങ്കര ലാർജായ കാരണം മോളിക്യൂളിൻ്റെ ഇൻഡിവിജ്വൽ വോളിയം എടുക്കണ്ടെന്ന് പറഞ്ഞു, ഇൻഡിവിജ്വൽ മോളിക്യൂൾസിൻ്റെ വോളിയം. പക്ഷെ അത് എടുക്കണമെന്ന് നമുക്ക് ഹൈ പ്രഷറിൽ മനസ്സിലായിട്ടുണ്ട്. ആ സൈസിന് മോളിക്കുലർ സൈസ് കണക്കാക്കാൻ വേണ്ടിയുള്ള ടേമാണ് ബി എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയും ഇത് n മോൾസിന് 1 മോളിന് എഴുതാൻ പറഞ്ഞ് n വേണ്ട. അപ്പോൾ P + A/V² × V - B = RT ഫോർ 1 മോൾ. ദെൻ അടുത്തത് give reason. At hill station pressure cooker is used for cooking. നമ്മൾ പർവ്വത പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ നിർബന്ധമായിട്ടും കുക്കർ വേണം. ഭക്ഷണം പാകം ചെയ്യാൻ വേവില്ല. കാരണം മുകളിലോട്ട് പോകുമ്പോൾ ടെമ്പറേച്ചർ വളരെ കുറവാണ്. പ്രഷർ വളരെ കുറവാണ് മുകളിലോട്ട് പോകുമ്പോൾ. അപ്പോൾ നമുക്കറിയാം പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. സോ അപ്പോൾ അവിടെ ബോയിലിംഗ് പോയിന്റ് വളരെ കുറവ്. പെട്ടെന്ന് വെള്ളം തിളയ്ക്കും. അങ്ങനെ വളരെ പെട്ടെന്ന് വെള്ളം തിളച്ചാൽ നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പോഴാണ് സാധനങ്ങൾ വേവാൻ സാധിക്കുക. ഇതപ്പോൾ വേഗം വെള്ളം തിളക്കി ലോ ബോയിലിംഗ് പോയിന്റ് ആണ്. അതുകൊണ്ടാണ് പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നത്. പ്രഷർ കുക്കർ ഉപയോഗിക്കുമ്പോൾ പ്രഷർ കുക്കറിൻ്റെ ഉള്ളിലത്തെ പ്രഷർ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ അതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് ഹൈ ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ സാധനങ്ങൾ വേവാൻ എളുപ്പമാണ്. ദെൻ വിൻഡോ പാൻസ് ഓഫ് ഓൾഡ് ബിൽഡിംഗ് ബിക്കംസ് തിക്കർ അറ്റ് ദ ബോട്ടം ദാൻ അറ്റ് ദ ടോപ്പ്. ഒരുപാട് പഴക്കം ചെന്ന ബിൽഡിങ്ങുകളുടെ ഗ്ലാസ്സുകൾ, വാതിലിൻ്റെയോ ജനലുകളുടെയൊക്കെ ഗ്ലാസ്സുകളുടെ അടിഭാഗം മുകൾ ഭാഗത്തിനേക്കാളും തിക്കറാവുന്നു. അതിൻ്റെ കാരണം ഇതാണ്. നമ്മുടെ ഗ്ലാസ് എന്ന് പറയുന്നത് സോളിഡ്, ട്രൂ സോളിഡ് അല്ല, ഇറ്റ്സ് എൻ അമോർഫസ് സോളിഡ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് പറയുന്നു. അവർക്ക് ലിക്വിഡ്സിൻ്റെ അതേപോലത്തെ ഒരു ടെൻഡൻസി ഉണ്ട്, ടെൻഡൻസി ടു ഫ്ലോ. വളരെ സ്ലോവിലാണ് ഒഴുകുള്ളൂ. എങ്കിൽ പോലും ഗ്ലാസ് എന്ന് പറയുന്നത് നോട്ട് എ ട്രൂ സോളിഡ്, ഇറ്റ്സ് എൻ അമോർഫസ് സോളിഡ്. അപ്പോൾ അതുകൊണ്ട് മോളിക്യൂൾസ് ചെറുതായിട്ട് ഫ്ലോ ചെയ്യും. കുറേ വർഷങ്ങളെടുക്കുമ്പോൾ, കാലങ്ങളെടുക്കുമ്പോൾ അത് ഒഴുകി താഴെത്തും. അതുകൊണ്ടാണ് അടിഭാഗം തിക്കാവുന്നത്.
ദെൻ അടുത്തത് വാട്ട് ഈസ് ബോയിൽ പോയിന്റ് ഓഫ് എ ഗ്യാസ്? ബോയിൽ സ്ലോ അല്ല കേട്ടോ, ബോയിൽ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് അത്. It is the temperature at which a real gas behaves ideally over an appreciable range of pressure. ഈ ടെമ്പറേച്ചറിൽ ഒരു റിയൽ ഗ്യാസ് കുറച്ചൊക്കെ പ്രഷർ വ്യത്യാസം വന്നാലും എന്തായിട്ട് ബിഹേവ് ചെയ്യും? ഐഡിയൽ ആയിട്ട് ബിഹേവ് ചെയ്യും. ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ at which a real gas behaves ideally over an appreciable range of pressure. Write the expression for compressibility factor. What is its value for an ideal gas? Compressibility factor Z is equal to PV divided by nRT. For an ideal gas, Z equal to 1. Then density of a gas. നേരത്തെ നമ്മൾ ഡെൻസിറ്റി പറഞ്ഞ ഉടനെ എഴുതേണ്ട ഫോർമുല നമ്മൾ പറഞ്ഞു ഗ്യാസസിൻ്റെ കേസിൽ M is equal to DRT by P. ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്, അത് തന്നെ ഇവിടെ. ഡെൻസിറ്റി തന്നിട്ട്, പ്രഷർ തന്നിട്ട്, ടെമ്പറേച്ചർ തന്നിട്ട്, ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് കേട്ടോ. ദെൻ അടുത്തത് വാട്ട് ഈസ് തെർമോഡൈനമിക് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ? ടെമ്പറേച്ചറിന് ഇവിടെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് 2 സ്കെയിൽ, 3 സ്കെയിൽ ഉണ്ട് നമുക്കറിയാം. പ്രധാനമായിട്ട് 2 സ്കെയിൽ പരിചയപ്പെടുത്തുന്നത്, ഒന്ന് സെൽഷ്യസ് സ്കെയിലും ഒന്ന് കെൽവിൻ സ്കെയിൽ. അതിൽ കെൽവിൻ സ്കെയിലാണ് നമ്മൾ തെർമോഡൈനമിക് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഡിക്രീസസ് ആസ് ദി ടെമ്പറേച്ചർ ഇൻക്രീസസ്. വൈ? ടെമ്പറേച്ചർ വർദ്ധിക്കുമ്പോൾ നമുക്കറിയാം മോളിക്യൂൾസിൻ്റെ സ്പീഡ് കൂടും, കൈനറ്റിക് എനർജി ആ സ്പീഡ് കൂടും. സ്പീഡ് കൂടുമ്പോൾ മോളിക്യൂളുകൾക്കിടയ്ക്കുള്ള ആ റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ കുറയും. അതുകൊണ്ടാണ് വിസ്കോസിറ്റി കുറഞ്ഞ് വെലോസിറ്റി കൂടും. Gases deviate from ideal behavior due to 2 faulty assumptions made in the kinetic theory. ഏതൊക്കെയാണെന്ന് ഒന്ന് നമ്മൾ പറഞ്ഞു, മോളിക്യൂൾസിൻ്റെ വോളിയം ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസിനോട് കൺസിഡർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിൾ ആണ്, എടുക്കണ്ട. പക്ഷെ അത് തെറ്റാണ് അറ്റ് ഹൈ പ്രഷർ. രണ്ടാമത്തെ പോയിന്റ്, മോളിക്യൂളുകൾക്കിടയ്ക്കുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നെഗ്ലിജിബിൾ ആണെന്നാണ് ഇവർ പറയുന്നത്, പക്ഷെ അതും ഹൈ പ്രഷറിൽ തെറ്റാണ്. ദെൻ അടുത്തത് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. വാട്ട് ആർ ദ കോൺസ്റ്റൻസ് എ ആൻഡ് ബി? നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു. ദെൻ വാട്ട് ഈസ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ്? ഒരു ഗ്യാസിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ദ ടെമ്പറേച്ചർ എബോവ് വിച്ച് എ ഗ്യാസ് കനോട്ട് ബി ലിക്വിഫൈഡ്. എത്രത്തോളം നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്താണ്. അപ്പോൾ ആ ടെമ്പറേച്ചറിന് മുകളിൽ നമുക്ക് ആ ഗ്യാസിനെ കംപ്രസ് ചെയ്ത് ലിക്വിഡ് ആക്കാൻ പറ്റില്ല, എത്ര പ്രഷർ കൊടുത്താൽ. ആ ടെമ്പറേച്ചറിന് താഴെ നമുക്ക് പ്രഷർ കൊടുത്താൽ അതിനെ എന്താ പറയുക, ലിക്വിഡ് ആക്കാം. അപ്പോൾ എത്രത്തോളം ടെമ്പറേച്ചർ കൂടണോ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്ര ഹൈ ആണോ അത്രയും ഈസി ടു ലിക്വിഫൈ ദാറ്റ് ഗ്യാസ്. കാരണം ഇപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്ര കൂടണോ അതിൻ്റെ തൊട്ട് താഴെ വരെ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ നടത്താൻ ലിക്വിഫൈ ചെയ്യാം. അപ്പോൾ സാധാരണ ടെമ്പറേച്ചറിലൊക്കെ ലിക്വിഫാക്ഷൻ നടക്കും. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ. അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് 760 മില്ലിമീറ്റർ പ്രഷർ ഗ്യാസ് ഓക്യുപ്പൈ 600 മില്ലിലിറ്റർ വോളിയം. അപ്പം 3 പാരാമീറ്റർ, 3 വാരിയബിൾസ് തന്നിട്ട് അപ്പോൾ ഓർക്കേണ്ട ഫോർമുല P1 by T1 is equal to P2 by T2 പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്. ദെൻ അടുത്ത് വാട്ട് ഈസ് ബോയിൽ പോയിന്റ് അഥവാ ബോയിൽ ടെമ്പറേച്ചർ ഇപ്പോൾ തന്നെ പറഞ്ഞു. അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്സ് പ്രഷർ കുക്കർ ഈസ് നീഡഡ് നമ്മൾ പറഞ്ഞു. ദെൻ എ നിയോൺ ഡയോക്സിജൻ മിക്സ്ചർ കണ്ടെയ്ൻസ് 70.6 ഡയോക്സിജൻ ആൻഡ് 165.5 grams നിയോൺ. ഒരു മിക്സ്ചറിൽ നിയോണും ഓട്ടും എടുത്തേക്കുന്നു, ഡയോക്സിജൻ ഓട്ടും. അപ്പം നമ്മൾ ഡാൽട്ടൺസ് ലോ ആണ്, കാരണം നിയോണും ഓട്ടും തമ്മിൽ റിയാക്ട് ചെയ്യും. രണ്ടുപേരും മാസ് തന്നിട്ടുണ്ട് കേട്ടോ. ഇഫ് ദ പ്രഷർ ഓഫ് ദ മിക്സ്ചർ ഓഫ് ഗ്യാസസ്, ആ മിക്സ്ചറിൻ്റെ പി ടോട്ടൽ തന്നിട്ടുണ്ട്. നമുക്കറിയാം പി ടോട്ടൽ ഇസ് ഈക്വൽ ടു PO2 + PNE നിയോൺ പാർഷ്യൽ പ്രഷർ കേട്ടോ. ദെൻ വാട്ട് ആർ ദ പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് O2 ആൻഡ് ടോട്ടൽ പ്രഷർ ഓഫ് എ മിക്സ്ചർ തന്ന പാർഷ്യൽ പ്രഷർ കാണാനുള്ള ഫോർമുല. പാർഷ്യൽ പ്രഷർ ഓഫ് O2 ഇസ് ഈക്വൽ ടു P ടോട്ടൽ ഇൻറ്റു അതിൻ്റെ മോൾ ഫ്രാക്ഷൻ കഴിഞ്ഞു. അപ്പോൾ പി ടോട്ടൽ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അവർ പാർഷ്യൽ പ്രഷർ ഓഫ് O2 കാണാനായിട്ട് മോൾ ഫ്രാക്ഷൻ ഓഫ് O2 കിട്ടിയാണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് O2 കിട്ടാനായിട്ട് നമ്പർ ഓഫ് മോൾസ് ഓഫ് O2 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് O2 പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് നിയോൺ. നമ്പർ ഓഫ് മോൾസ് ഓഫ് O2 കാണാനുള്ള ഫോർമുല മാസ് ബൈ മോളാർ മാസ്. മാസ് അത് തന്നിട്ടുണ്ട് ബൈ അതിൻ്റെ മോളാർ മാസ്. O2യുടെ മോളാർ മാസ് എത്രയാണ്? 32. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് നിയോൺ അതിൻ്റെ മാസ് അത് തന്നിട്ടുണ്ട് ഡിവൈഡഡ് ബൈ നിയോണിൻ്റെ മോളാർ മാസ്. ഇതിലാണ് തോന്നുന്നു ഇത്ര തന്നെ. അപ്പോൾ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കലാണ് അതിൽ പ്രധാനപ്പെട്ട സംഭവം. അപ്പോൾ പി ടോട്ടലിൻ്റെ ഫോർമുലയും കൂടി പഠിച്ചു വയ്ക്കുക. പി ടോട്ടൽ ഇസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് ഇൻഡിവിജ്വൽ ഗ്യാസസിൻ്റെ സമ്മ്, അല്ലെങ്കിൽ പി ടോട്ടൽ ഇസ് പാർഷ്യൽ പ്രഷർ ഇസ് ഈക്വൽ ടു പി ടോട്ടൽ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് ഗ്യാസ്. ദെൻ അടുത്തത് പാർട്ടിക്കിൾസ് ഓഫ് സോയിൽ അറ്റ് ദ ബോട്ടം ഓഫ് എ റിവർ റിമെയിൻ സെപ്പറേറ്റഡ്. റിവറിൻ്റെ താഴെ പാർട്ടിക്കിൾസ് ഓഫ് സോയിൽ സെപ്പറേറ്റഡ് ആയിട്ട് കിടക്കുന്നു. ബട്ട് ദേ സ്റ്റിക്ക് ടുഗെദർ. പുറത്തേക്ക് എടുത്താൽ ഈ ബ്രഷിൻ്റെ ഒക്കെ ബ്രിസിൽസ് പോലെ പുറത്തേക്ക് എടുത്താൽ അത് ടേക്കൺ ദേ സ്റ്റിക്ക് ടുഗെദർ. നെയിം ദ പ്രോപ്പർട്ടി. സർഫസ് ടെൻഷൻ തന്നെ അതിലൊക്കെ വരുന്നത്.
Then critical temperatures of ammonia and CO2. അമോണിയയുടെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 405.5 കെൽവിനും 300 കെൽവിനും. അതിൽ കൂടുതൽ അമോണിയയ്ക്കാണ്. അപ്പോൾ അമോണിയ ആയിരിക്കും ഈസി ടു ലിക്വിഫൈ, പെട്ടെന്ന് ലിക്വിഫൈ ചെയ്യാൻ. ഹയർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്ര ഹയർ ആണോ ഈസി ടു ലിക്വിഫൈ ആണ് കേട്ടോ. അപ്പോൾ അമോണിയയുടെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും എന്താ പറയുക ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അവിടെ തന്നിട്ടുണ്ട്. ഇത് അമോണിയയുടെ 405.5 കെൽവിൻ, കാർബൺ ഡൈ ഓക്സൈഡിന് 300 കെൽവിൻ. ഹയർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആർക്കാ അമോണിയയ്ക്ക്. അപ്പോൾ അതിൻ്റെ താഴെ ഏത് ടെമ്പറേച്ചർ സെലക്ട് ചെയ്താലും നമുക്ക് അമോണിയനെ എന്ത് ചെയ്യാൻ പറ്റും, ലിക്വിഡ് ആക്കാൻ പറ്റും പ്രഷർ കൊടുത്താൽ. കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ 304 കെൽവിൻ്റെ താഴെ പോയാൽ മാത്രമേ പറ്റുള്ളൂ എന്നർത്ഥം. ഓൺ കൂളിംഗ് ദീസ് ഗ്യാസസ് ഫ്രം 500 കെൽവിൻ ആരാണ് ഏറ്റവും ആദ്യം ലിക്വിഫൈ ചെയ്യുക, നമ്മുടെ അമോണിയ. Then van der Waals forces are attractive intermolecular forces. Write the name to any two types of van der Waals forces. പ്രധാനപ്പെട്ട van der Waals forces ആണ്. ഒന്ന് ലണ്ടൻ ഫോഴ്സ്, ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ആണ്. ഡൈപോൾ ഇൻറ്ററാക്ഷൻ കുറച്ചും കൂടി സ്ട്രോങ് ആവരുത്. ദെൻ ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ. 3 van der Waals ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. വേറെ ഒരു ഗ്രാഫ് അവർ തന്നേക്കുന്നു, പ്രഷർ അഗെയിൻസ്റ്റ് 1/v. നമുക്കറിയാം ബോയ്ൽസ് ലോയുടെ ഗ്രാഫാണ്. പ്രഷർ അഗെയിൻസ്റ്റ് 1/v. വിവിധ ടെമ്പറേച്ചറിൽ ഗ്രാഫ് കൊടുത്തേക്കാം. T1, T2, T3. നമുക്കറിയാം പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ഓർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/v. അപ്പോൾ ഇത് ബോയ്ൽസ് ലോ എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. വിവിധ ടെമ്പറേച്ചറിൽ വരച്ചെന്നേ ഉള്ളൂ. നെയിം ദ ഗ്യാസ് ലോ. ഇപ്പോൾ തന്നെ പറഞ്ഞു ബോയ്ൽസ് ലോ. സ്റ്റേറ്റ് ദ ലോ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ ഓഫ് എ ഗ്യാസ് given amount of gas is അല്ലെങ്കിൽ volume of a given amount of gas is inversely proportional to pressure. At 35 degrees Celsius and 700 millimeter mercury, a gas occupies 500 millimeter volume. 3 variables തന്നാൽ ഉടനെ നമ്മൾ ഓർക്കേണ്ട ഫോർമുല P1 V1 by T1 is equal to P2 V2 by T2. T1 ഉം T2 സെൽഷ്യസ് സ്കെയിലിൽ എടുക്കാൻ പാടില്ല, കെൽവിൻ സ്കെയിലാക്കണം. ദെൻ അടുത്തത് give reasons for the deviation of real gas നമ്മൾ പറഞ്ഞു. Then calculate the minimum pressure required to compress 500 milliliter of air at 1 atmosphere to 300 milliliter at the same temperature. Temperature constant ആണെങ്കിൽ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് ബോയ്ൽസ് ലോയുടെ ഫോർമുലയാണ്. P1 V1 is equal to P2 V2. P1 തന്നിട്ടുണ്ട്, V1 തന്നിട്ടുണ്ട്, V2 തന്നിട്ടുണ്ട്. അപ്പോൾ P2 കണ്ടുപിടിക്കാം കേട്ടോ. അടുത്തത് which of the following is correct? അവർ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അതിലേതാണ് കറക്റ്റ്. മോളിക്യൂൾസ് ഹാവ് ഫിക്സഡ് പൊസിഷൻ. ഗ്യാസസിനെ പറ്റിയിട്ട് തെറ്റാണ്. മോളിക്യൂൾസ് എപ്പോഴും ഫിക്സഡ് പൊസിഷനുള്ളത് സോളിഡ്സിലാണ്. മോളിക്യൂൾസ് ഫ്രീ ടു മൂവ് ആണ്. മോളിക്യൂൾസ് ആർ ഇൻ കോൺസ്റ്റന്റ് റാൻഡം മോഷൻ. അതാണ് അവരെ പറ്റിയുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ. പിന്നെ പറയുന്നത് ഓൾ മോളിക്യൂൾസ് ഹാവ് സെയിം സ്പീഡ്. തെറ്റാണ്. ഡിഫറെൻറ്റ് മോളിക്യൂൾസിന് ഡിഫറെൻറ്റ് കൈനറ്റിക് എനർജിയാണ്, ഡിഫറെൻറ്റ് സ്പീഡാണ് ഗ്യാസസിൻ്റെ കേസിൽ. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. തെറ്റാണ്. The kinetic energy of gas molecule is directly proportional to absolute temperature. ഇതിനൊപ്പം ടീച്ചർ ഒരു കാര്യം കൂടി പറയാം, അല്ലെങ്കിൽ മറന്നു പോകും. തൊട്ട് മുന്നത്തെ ചാപ്റ്റർ നമ്മൾ ഇത് തെർമോഡൈനാമിക്സ് ചാപ്റ്റർ പറഞ്ഞപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ടീച്ചർ എന്തോ കൺഫ്യൂഷൻ വന്ന പോലെ പറഞ്ഞു. അത് ശുദ്ധ മണ്ടത്തരായിരുന്നു. എനിക്ക് പറ്റിയൊരു മണ്ടത്തരാണ്. കാരണം കണ്ടൻസേഷൻ ഓഫ് സ്റ്റീമാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റീം കണ്ടൻസ് ചെയ്ത സ്റ്റീമുകൾ നമുക്കറിയാം വാട്ടർ വേപ്പറാണ്, എന്നുവെച്ചാൽ ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. എന്തോ അങ്ങനെ എനിക്ക് ആ സമയത്ത് എന്തോ തോന്നി, എനിക്ക് ഓർമ്മയില്ല. വാട്ടർ വേപ്പറാണ്, ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. ഗേഷ്യസ് കണ്ടൻസ് ചെയ്യാന്ന് പറയുമ്പോൾ സ്റ്റീം കണ്ടൻസ് ചെയ്ത് എന്താവും മക്കളെ? വാട്ടർ. വാട്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം ലിക്വിഡ് സ്റ്റേറ്റ്. ഗേഷ്യസ് സ്റ്റേറ്റിനാണ് ഏറ്റവും കൂടുതൽ ഫ്രീഡം ഉള്ളത്. ലിക്വിഡ് സ്റ്റേറ്റിന് ഫ്രീഡം കുറവാണ്. ഫ്രീഡം കുറയും തോറും എൻട്രോപ്പി എന്ത് ചെയ്യും? കുറയും. അവിടെ എൻട്രോപ്പി കൂടിയതാണ് ചോദിച്ചിരുന്നത്. എന്നിട്ട് അതിന് ഇത് എക്സാമ്പിൾ പറഞ്ഞു. തെറ്റാട്ടാ. അപ്പോൾ നമുക്കറിയാം സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ ഫ്രീഡം കൂടും, എൻട്രോപ്പി കൂടും. ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ വീണ്ടും ഫ്രീഡം കൂടും, എൻട്രോപ്പി കൂടും. അപ്പോൾ എൻട്രോപ്പി കൂടുമ്പോഴാണ് പോസിറ്റീവ് ആവുക കേട്ടോ. തെറ്റാണ്. ഞാൻ ആ പറഞ്ഞത് തിരുത്തിക്കൊള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് അത്. ദെൻ അടുത്തത് എ സാമ്പിൾ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ഓക്യുപ്പൈസ് എ വോളിയം 300 milliliter അറ്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ പറഞ്ഞു 3 വേരിയബിൾസ് കണ്ട ഉടനെ ഓർക്കേണ്ട ഫോർമുല P1 V1 by T1 is equal to P2 V2 by T2. വേറെ ഒന്നും വേറെ യൂണിറ്റിലാക്കണ്ട എക്സെപ്റ്റ് ടെമ്പറേച്ചർ കെൽവിൻ സ്കെയിലാക്കണം. P1 V1 by T1 is equal to P2 V2 by T2. അടുത്തത് ഗിവ് ദ നെയിം ഓഫ് ദ മോഡിഫൈഡ് ഫോം ഓഫ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. വാൻ ഡെർ വാൾസ് ഇക്വേഷൻ നമുക്കറിയാം എന്താണ്. നെയിം ദ ഫിനോമിനൻ ബിഹൈൻഡ് ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ്. സോപ്പിൻ്റെ ക്ലെൻസിങ് ആക്ഷൻ, സോപ്പ് വൃത്തിയാക്കാൻ, വസ്ത്രം വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം സർഫസ് ടെൻഷൻ വെച്ചാണ് നമ്മൾ പറയുക. ദെൻ വാട്ട് ഡു യു നോ അബൌട്ട് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ നമ്മൾ പറഞ്ഞു. ദെൻ അടുത്ത് ഡിറൈവ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ബോയ്ൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ കമ്പൈൻ ചെയ്യണം. അക്കോർഡിംഗ് ടു ബോയ്ൽസ് ലോ എഴുതാം V is proportional to 1/v. ബ്രാക്കറ്റ് എഴുതാം കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് എമൗണ്ട്.
constant temperature and amount. Then according to Charles' law, volume is directly proportional to temperature at constant pressure and amount. According to Avogadro's law, volume is directly proportional to amount, number of moles. Then number of molecules. Number of molecules directly proportional to amount at constant temperature and pressure. എല്ലായിടത്തും രണ്ട് വാരിയബിൾസ് രണ്ടും കോൺസ്റ്റൻസ് ഇതാ. then combining ഈ മൂന്നിലും V is directly proportional to NT by P or V is equal to a constant of nRT by P or PV is equal to nRT. ഇങ്ങനെയാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക കേട്ടോ. then അടുത്തത് നമ്മുടെ വേറെ വീണ്ടും പ്രോബ്ലം തന്നെ അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. എ ഗ്യാസ് വാസ് കംപ്രസ്ഡ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് വോളിയം. വി ആയിരുന്നു അതിൻ്റെ വോളിയം എന്ന് കരുതാം. ഇപ്പോൾ അപ്പോൾ അത് 27 ഡിഗ്രി സെൽഷ്യസിൽ അതിൻ്റെ വോളിയം നേരെ പകുതിയെന്ന് വെച്ചാൽ P/2 ആണ്. ഇനി 2 at ടെമ്പറേച്ചർ. അപ്പോൾ വീണ്ടും ടെമ്പറേച്ചർ ചോദിക്കുന്നു. ഇറ്റ് മസ്റ്റ് ബി ഹീറ്റഡ് സോ ദാറ്റ് ഇറ്റ്സ് വോളിയം വുഡ് ബി ഇറ്റ്സ് ഒറിജിനൽ വോളിയം. അപ്പോൾ V1 എന്ന് പറയുന്നത് V/2 ആണ്. V2 എന്ന് പറയുന്നത് 2V ആണ്. അതായത് വി വോളിയം ഒരു ഗ്യാസ് അതിന് 27 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ എത്തിയപ്പോൾ 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ 300 കെൽവിൻ. 300 കെൽവിനിൽ എത്തിയപ്പോൾ അതിൻ്റെ വോളിയം വിയുടെ പകുതിയാണ്. അപ്പോൾ അത് V1 T1. ഏത് ടെമ്പറേച്ചർ T2 നമുക്കറിയില്ല. പക്ഷെ അപ്പോൾ അവിടുത്തെ വോളിയം പറഞ്ഞിട്ട് പണ്ടത്തെ ആദ്യത്തെ വോളിയത്തിൻ്റെ ഇനി നമ്മുടെ ഫോർമുല ചാൻസ് ലോ തന്നെ V1/T1 is equal to V2/T2. From this T2 is equal to V2/V1 into T1. V2 എന്ന് പറയുന്നത് എത്ര മക്കളായി 2V divided by V1 എന്ന് പറയുന്നത് എത്ര V/2 into T1. T1 എത്ര 300. V2 മുകളിലോട്ട് പോകുന്നു. ഇതും കട്ട് ചെയ്യുന്നു. V2 മുകളിലോട്ട് പോകും. അപ്പോൾ 300 into 2 600 മറക്കണ്ട കേട്ടോ. അപ്പോൾ എങ്ങനെയാന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതായത് ഒറിജിനൽ വോളിയം എത്രയാണോ അതിൻ്റെ പകുതിയായി 300 കെൽവിൻ. ഇനി ഏത് ടെമ്പറേച്ചർ എത്തുമ്പോഴാണ് ഒറിജിനൽ വോളിയത്തിൻ്റെ അതായത് വിയുടെ ഇരട്ടിയാവും. അപ്പോൾ ആദ്യത്തെ വോളിയം V/2ഉം രണ്ടാമത്തെ വോളിയം 2Vയും. അപ്പോൾ V1 V2 അങ്ങനെ ഏറ്റെടുക്കാം. ലിക്വിഡ് ഡ്രോപ്സ് അസ്യൂം സ്ഫെറിക്കൽ ഷേപ്പ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ. ദെൻ ഗിവ് ദ റീസൺസ്. വിൻഡോ പാൻസ് ഓഫ് ഓൾഡ് ബിൽഡിങ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. കാരണം നമ്മുടെ ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ കൂൾഡ് ലിക്വിഡാണ്, ടെൻഡൻസി ടു ഫ്ലോ. ഷാർപ്പ് ഗ്ലാസ് എഡ്ജസ് ആർ ഹീറ്റഡ് ഫോർ മേക്കിംഗ് ദം സ്മൂത്ത്. ആ റൗണ്ട് ഷേപ്പ് ആവുന്നു. ഹീറ്റ് ചെയ്ത് അത് റൗണ്ട് ഷേപ്പ് ആവും, മെൽറ്റ് ആവും. മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ റൗണ്ട് ഷേപ്പ് ആവും. റൗണ്ട് ഷേപ്പായ നമുക്കറിയാം സർഫസ് ടെൻഷൻ തന്നെ അവിടെ ഉദ്ദേശിക്കുന്നത്. സർഫസ് ഏരിയ കുറയും. അതന്നെ. ദെൻ അടുത്തത് വാട്ട് യു മീൻ ബൈ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. നമ്മുടെ ആ ചാപ്റ്ററിൽ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറഞ്ഞ ഒരു ഗ്രാഫ് നമ്മൾ വരച്ചിട്ടുണ്ട്. നോട്ട് നോക്കാം. ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസും എന്താ പറയുക കൈനറ്റിക് എനർജി വെച്ചിട്ട് ഒരു ഗ്രാഫ് നമ്മൾ വരച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മോളിക്യൂൾസ് ഒരു ഗ്യാസ് മിക്സ്ചറിൽ ഏറ്റവും കൂടുതൽ മോളിക്യൂൾസ് ഓക്യുപ്പൈ ചെയ്യണ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മോളിക്യൂൾസിനുള്ള എന്താ പറയുക വെലോസിറ്റിനെയാണ് എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. ദെൻ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ഇത്ര തന്നെ കേട്ടോ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതൊന്ന് നോക്കിക്കൊള്ളൂ.